തൃശൂരിൽ മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തെന്ന് സമ്മതിച്ച് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തത് തെറ്റല്ലെന്നും ജയിക്കാൻ വേണ്ടി അങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നുമാണ് ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. ഒരു വർഷം മുമ്പ് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതിന് എന്താണ് തെറ്റെന്ന് ചോദിക്കുന്ന ഗോപാലകൃഷ്ണൻ ജയിക്കാൻ വേണ്ടി ഇനിയും അങ്ങനെ വോട്ട് ചേർക്കുമെന്നും പ്രതികരിച്ചു. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമാണല്ലോ പലപ്പോഴും. വിലാസം വ്യാജമൊന്നുമില്ല, വീട്ടുടമയ്ക്ക് പോലും അറിയില്ല. അല്ല അതൊക്കെ ഒന്നോ രണ്ടോ വല്ല തെറ്റിദ്ധാരണയും, ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഞാൻ തൃശ്ശൂർക്കാരനാണ്, അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല. ഏതോ ഒരു സ്ഥലത്ത് മറ്റോ. നവമി ദിനേശിരുന്നു. നവമി, ഗോപാലകൃഷ്ണന്റെ മറുപടി രസകരമാണ്. ഇനിയും അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തന്നെ അദ്ദേഹം നിലപാടെടുക്കുന്നത്. ഒരു വർഷമായി മുൻപേ കൊണ്ട് താമസിപ്പിക്കുമെന്ന് പറയുമ്പോൾ പക്ഷേ തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നൊന്നും അതല്ല. തിരുവനന്തപുരത്ത് വോട്ടർമാരായിരുന്നവരെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇങ്ങോട്ടേക്ക് മാറ്റി, വ്യാജ അഡ്രസ്സുകളിൽ മാറ്റി ഫ്ളാറ്റുകളിൽ താമസിച്ചു. ഇതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണോ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു വാദം നിരത്തുന്നത്? സജിത്ത്, ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ട്, ഇനിയും ജയിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തത് തെറ്റല്ല. വേണമെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്ന് പോലും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം ഇവിടെ പ്രവർത്തിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വർഷം ഇവിടെ താമസിപ്പിച്ചതിന് ശേഷം ജയിക്കാൻ വേണ്ടി അവരെ വോട്ട് ചേർക്കുവാനും ഞങ്ങൾ തയ്യാറാണ്, അതിന് ചെയ്യും എന്ന് കൂടിയാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്, ഈ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു ധാർമ്മികതയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ധാർമ്മികത എന്ന് മറിച്ച് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. എന്തായാലും വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട്, ഈ തൃശ്ശൂരിൽ നടന്ന വിവാദവുമായി ബന്ധപ്പെട്ട് തങ്ങൾ വോട്ട് ചോർത്തിയില്ല എന്ന് അല്ലെങ്കിൽ വോട്ട് ചേർത്തിട്ടില്ല എന്ന പല വാദങ്ങളുമാണ് ബി.ജെ.പി. ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും, ജയിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ചെയ്യും എന്ന രീതിയിലേക്ക് തന്നെയാണ് ഗോപാലകൃഷ്ണന്റെ ഇന്ന് അല്പം സമയം മുമ്പ് നടത്തിയ പ്രസ്താവന. ബി.ജെ.പി. നേതൃയോഗത്തിൽ ഈ കൊച്ചിയിൽ നടക്കുകയാണ്. അമിത്ഷാ ആണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വേദിയിലേക്ക് എത്തുമ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണം തേടിയത്. അപ്പോഴാണ് അദ്ദേഹം ഇനിയും വോട്ട് ചേർക്കുമെന്നും വേണമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം മണ്ഡലത്തിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കും എന്നുകൂടി പറയുന്നത്. അതാണ് ഇക്കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ എടുക്കുന്ന നിലപാട്. ഒരുപക്ഷെ നവമി, ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു തുറന്നു പറച്ചിൽ ഒരു ബി.ജെ.പി. നേതാവ് നടത്തിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കാരണം തങ്ങൾ ബോധപൂർവമായി ഇത്തരം വോട്ടർമാരെ അവിടെ കൊണ്ടുവന്നു. അതായത് തൃശ്ശൂരെ വോട്ടർമാരെ അല്ല, മറിച്ച് മറ്റിടങ്ങളിൽ നിന്ന് വോട്ടർമാരെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി ബോധപൂർവമായി അവിടെ കൊണ്ടുവന്ന് ചേർത്തു എന്ന ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ നേതാവിൽ നിന്നു കൂടി ഉണ്ടായിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. എന്ത് സാഹചര്യത്തിലായിരുന്നു ഗോപാലകൃഷ്ണൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്? സഹിച്ച് ബി.ജെ.പി. നേതൃയോഗം ഇവിടെ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അടക്കം ബി.ജെ.പിയുടെ പ്രതികരണം തേടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് അത് വലിയ ആരോപണങ്ങളാണല്ലോ ഉയർന്നതെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുചോദ്യം, ആരാണ് പറഞ്ഞത് അവിടെ വലിയ രീതിയിൽ വോട്ട് ചേർത്തു എന്ന്? അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അവർക്ക് കള്ള വോട്ട് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. പിന്നീട് ഈ അഡ്രസ്സുകൾ പോലും, പലരുടെയും മേൽവിലാസം പോലും ഒരു മേൽവിലാസത്തിൽ തന്നെ പല ആളുകൾ വോട്ട് ചെയ്തു. പലരും പുറത്തു നിന്നുള്ളവരാണ്, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഉള്ളവരെയാണല്ലോ വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് എന്താണ് തെറ്റ്, ഞങ്ങൾ ഇനിയും ജയിക്കാൻ വേണ്ടി, ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ വോട്ട് ചെയ്യും എന്നുകൂടി ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. മണ്ഡലത്തിന് പുറത്തുള്ളവരുടെ വോട്ട് ചേർത്തത് തെറ്റല്ല, ജയിക്കാൻ വേണ്ടി അങ്ങനെ വോട്ട് ചേർത്തിട്ടുമുണ്ട്. ഒരു വർഷം മുമ്പ് അങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നതിൽ എന്താണ് തെറ്റ്, ജയിക്കാൻ വേണ്ടി അങ്ങനെ വോട്ട് ചേർക്കും എന്നുകൂടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും അത് കേട്ടതാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് പോലും വേണമെങ്കിൽ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ പ്രവർത്തിപ്പിച്ച് ഒരു വർഷം അവരെ ഇവിടെ താമസിച്ച് വോട്ട് ചേർത്ത് ജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും എന്നുകൂടി ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ധാർമ്മികത എന്ന മറു ചോദ്യമാണ് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോടും ചോദിച്ചത്. ബി. ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരുപക്ഷെ ബി.ജെ.പി. നേരത്തെ തന്നെ ഈ നീക്കം നടത്തി എന്നത് ഉയർന്ന ആക്ഷേപമാണ്, അതിൻ്റെ തെളിവുകളും പുറത്തു വന്നതാണ്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു ബി.ജെ.പി. നേതാവ് തന്നെ ഇത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നത്.
തൃശ്ശൂർ എന്ന അവരുടെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിന് പുറത്തുള്ളവരെ സാധ്യത കുറഞ്ഞ മറ്റിടങ്ങളിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ ഇവിടേക്ക് വോട്ടർമാരായി ചേർത്ത് BJP വോട്ടർമാരെ ചേർത്ത് ഒരു പുതിയ സ്ട്രാറ്റജി BJP അവിടെ നടത്തി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളും ഇപ്പോൾ BJPയുടെ തുറന്നു പറച്ചിലും ശരിവെക്കുന്നതും അതുതന്നെയാണ്. BJPയുടെ തുറന്നു പറച്ചിലാണ് ഗോപാലകൃഷ്ണന്റെ തൃശ്ശൂർ വിവാദത്തിൽ എന്തായാലും ഒരു BJP നേതാവ് തുറന്നു പറയുകയാണ് തങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു എന്ന കാര്യം.